സ്വന്തം നാട് രക്ഷപ്പെടുന്നത് കാണുമ്പോൾ കൃമികടിയുള്ള രണ്ട് കൂട്ടരേ ഈ ലോകത്തുള്ളൂ. ഒന്ന് സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ, രണ്ടാമത്തേത് സംശയിക്കാനില്ല മലയാള മനോരമ തന്നെ. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ച് ശശി തരൂർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനം പടർത്തിവിട്ട കാട്ടുതീ കോൺഗ്രസിന് ഇതുവരെ അണയ്ക്കാനായിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MP-യുമായ തരൂരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂട്ടരും നടത്തിയ ഒളിപ്പോരുകളെല്ലാം പൊളിഞ്ഞു. അതോടെ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് മലയാള മനോരമ ചാടി വീഴുന്നത് സ്വാഭാവികം. അതിന് അവരെ കുറ്റം പറയാനാവില്ല. ഇന്ന് മനോരമയുടെ 9-ാം പേജിലാണ് രക്ഷാപ്രവർത്തനം. അതിപ്രതാപ ഗുണവാനായ ഒരു ലേഖകൻ്റെ ഈ വികൃത സൃഷ്ടിയെ എംബഡഡ് ജേർണലിസം എന്ന് വിശേഷിപ്പിച്ചാലും അധികമാവില്ല. ഡേ റിപ്പോർട്ടറെ, നിനക്കിതിന് കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് എന്തൊരു കിട്ടിയടേ എന്ന് വിവരമുള്ള ആരും ചോദിക്കില്ല തിരുവനന്തപുരത്ത്. കാരണം പ്രതിഫലേച്ഛ കൂടാതെ വലതുപക്ഷത്തെ സേവിക്കുക എന്നതാണ് മലയാള മനോരമയുടെ അവതാര ദൗത്യം. പുണ്യപുരാതന കാലത്ത് കണ്ടത്തിൽ മാപ്പിളമാർക്ക് ബാങ്ക് തട്ടിപ്പും ബ്രിട്ടീഷ് സേവയുമായിരുന്നുവെങ്കിൽ പിന്നീട് വന്നവർക്ക് പ്രധാന തൊഴിൽ കോൺഗ്രസ് BJP സേവയായി എന്ന വ്യത്യാസം മാത്രം. ശശി തരൂർ ഉദ്ധരിച്ച ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ അദ്ദേഹം കാണാത്ത ചില മേഖലയിലേക്കാണ് സ്റ്റാർട്ടിംഗ് ട്രബിളും സ്റ്റാർട്ടപ്പായി എന്ന വാർത്തയിൽ മലയാള മനോരമയുടെ കണ്ണു ചെല്ലുന്നത്. അതായത് തരൂർ പറഞ്ഞ സത്യങ്ങളെക്കുറിച്ച് കൊന്നാലും മിണ്ടില്ല എന്ന് പറയാതെ പറയുന്നു. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നീക്കിവെച്ച തുക പകുതിയാക്കി കുറച്ചെന്നും സർക്കാർ പൂർത്തിയാക്കാത്ത നേട്ടങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നുമാണ് വാർത്തയിൽ പറയുന്നത്. തൻ്റെ വാദങ്ങളെ ദൃഢീകരിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു സൃഷ്ടി രചിക്കേണ്ട ഗതികേടിലായിപ്പോയി ഈ ലേഖകൻ. ഇൻ്റർനെറ്റ് അടിസ്ഥാന സൗകര്യമായി പ്രഖ്യാപിച്ച കേരളത്തിൽ 1.5 ലക്ഷം വീടുകളിലെ K-ഫോൺ എത്തിയുള്ളൂ, എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതി പാതി വഴിയിലാണ് പോലും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും ഇൻ്റർനെറ്റ് എത്തിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിലും ദയനീയമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുടെ വാക്കുകൾ ഉദ്ധരിക്കേണ്ട ആ ഗതികേട്. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കോവിഡ് കാലത്തതിനേക്കാൾ 4 ഇരട്ടി വർദ്ധിച്ചു. 4 വർഷമായി കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം മുന്നിലാണ് എന്ന് അനൂപ് പറഞ്ഞത് നാട്ടുകാരെ അറിയിക്കാനുള്ള വിശാല മനസ്കത റിപ്പോർട്ടർ ആശാൻ കാണിച്ചിട്ടുണ്ട്. മനോരമ പറയുന്നു കേരളം മുന്നിലെത്തിയ 9 എണ്ണത്തിൽ 7 എണ്ണം വ്യവസായ വകുപ്പുമായി ബന്ധമില്ലാത്തവയാണ്. ഇതാണ് മറ്റൊരു കണ്ടെത്തൽ. ഈ വിഷയത്തിൽ ലേഖകൻ്റെ വിവരമില്ലായ്മയെക്കുറിച്ച് സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതിനാൽ അതിന് വിശദീകരണവും ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കുബുദ്ധിയിൽ ഉന്നയിക്കപ്പെട്ട വാദങ്ങളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം വ്യവസായ മന്ത്രി P രാജീവ് പൊളിച്ചടുക്കിയത് കേരളം കണ്ടതാണ്. അമ്പേൽക്കാൻ സതീശൻ്റെ ബോഡിയിൽ ഇനി ഒരിടം പോലും ബാക്കിയില്ലെന്ന് അത് കണ്ട മലയാളികൾക്കൊക്കെ മനസ്സിലായി. ദിവസം 3 നേരം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് വിഡ്ഢിത്തം വിളമ്പുന്ന സതീശൻ അതിനുശേഷം 2 ദിവസം കർശനമായ മൗനവ്രതം പാലിച്ചു. രാജീവ് പൊളിച്ചടുക്കിയ വാദങ്ങൾ വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെതായി അവതരിപ്പിച്ചിട്ടുണ്ട് മലയാള മനോരമ ഇന്ന്. അപ്പോഴും UDFൻ്റെ കാലത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 300 ആയിരുന്നെന്നും 8 വർഷത്തിനുള്ളിൽ 6200 ആക്കി വർദ്ധിപ്പിക്കാനായെന്നും 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്നും 5800 കോടിയുടെ നിക്ഷേപം വന്നെന്നുമുള്ള P രാജീവിൻ്റെ വാദം തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ട ഗതികേടിലായിപ്പോയി മലയാള മനോരമ. സതീശനെ പോലെ തന്നെ സ്വന്തം നാട് നന്നായി കാണരുതെന്ന് എന്തോ നിർബന്ധ ബുദ്ധിയുണ്ട് തങ്ങൾക്ക് എന്ന് തെളിയിക്കുകയാണ് മലയാള മനോരമ ഓരോ ദിവസവും. കള്ളമെഴുതി വിശ്വാസ്യത നഷ്ടപ്പെട്ട് സർക്കുലേഷനും പരസ്യ വരുമാനവും കുത്തനെ ഇടിയുന്നതിൻ്റെ വിഷമം ഒരു വശത്ത്, ഇത്രയൊക്കെ കർസേവ നടത്തിയിട്ടും കോൺഗ്രസ് ഒന്ന് പച്ച പിടിക്കുന്നില്ലല്ലോ എന്ന വിഷമം മറുവശത്ത്. അതുക്കും ഇതെയാണ് സമഗ്ര വികസനത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന LDF 3-ാം തവണയും അധികാരത്തിൽ എത്തുമോ എന്ന മഹത്തായ ആദിവ്യാധികളും ഭയവും. അപ്പോൾ പിന്നെ ഇങ്ങനെ ശപിച്ചും കുന്നായ്മ പറഞ്ഞും നശിപ്പിച്ചു കളയാം എന്നാണ് ചിന്ത. വായിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും ഓടിച്ചിട്ട് പരിഹസിക്കുന്ന വാർത്തകളുമായി ഇനിയും മലയാളികളുടെ മുന്നിലേക്ക് വരരുത് എന്നാണ് മലയാള മനോരമയോട് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്.